ചാബഹാർ തുറമുഖം കേവലം ഒരു വാണിജ്യ പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിക്കപ്പുറത്തുള്ള തന്ത്രപരമായ വിപണികളിലേക്കുള്ള ഒരു പ്രധാന വാതിലാണ്. ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ശീതയുദ്ധം മുറുകുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഇറാൻ നൽകിയ പിന്തുണ ഇന്ത്യക്ക് വലിയൊരു ആശ്വാസമാണ്. വാഷിംഗ്ടൺ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും ട്രംപ് ഭരണകൂടത്തിൻ്റെ കർശനമായ നിലപാടുകളും പദ്ധതിയുടെ ഭാവിയിൽ നിഴൽ വീഴ്ത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധം വിപുലീകരിക്കാൻ തങ്ങൾ സന്നദ്ധരാണെന്ന ഇറാൻ അംബാസഡർ മുഹമ്മദ് ഹതാലിയുടെ പ്രസ്താവന ഏഷ്യൻ ഭൂരാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള സൂചനയാണ് നൽകുന്നത്. ദശകങ്ങളായി ചർച്ചകളിൽ മാത്രമുണ്ടായിരുന്ന ചബഹാർ ഇന്ന് ഇന്ത്യയുടെ ആഗോള വ്യാപാര ഭൂപടത്തിലെ ഏറ്റവും നിർണായകമായ കണ്ണിയായി മാറിയിരിക്കുകയാണ്. ചബഹാർ തുറമുഖത്തിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം മനസ്സിലാക്കാൻ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖത്ത് ചൈന നടത്തുന്ന വമ്പിച്ച നിക്ഷേപങ്ങൾക്ക് ഇന്ത്യയുടെ മറുപടിയാണ് ഇറാനിലെ ചാബഹാർ. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും നേരിട്ട് ചരക്കെത്തിക്കാൻ ഇന്ത്യക്ക് ഈ പാത അത്യന്താപേക്ഷിതമാണ്. ഗൾഫ് ഓഫ് ഒമാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ തുറമുഖം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സുരക്ഷയിലും വ്യാപാരത്തിലും ഇന്ത്യയുടെ സ്വാധീനം ഉറപ്പിക്കുന്നു. പാകിസ്ഥാനിലൂടെയുള്ള കരമാർഗങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ കാരണങ്ങളാൽ തടസ്സപ്പെടുമ്പോൾ ചാബഹാർ ഇന്ത്യക്കൊരു സുരക്ഷിത ബദലായി നിലകൊള്ളുന്നു. നിലവിൽ ഈ പദ്ധതിക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അമേരിക്കയുടെ ഉപരോധ ഭീഷണിയാണ്. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള US ശ്രമങ്ങളുടെ ഭാഗമായി മുൻപ് ഇന്ത്യക്ക് ലഭിച്ചിരുന്ന ഉപരോധ ഇളവുകൾ റദ്ദാക്കപ്പെട്ടിരിക്കുകയാണ്. 2026 ഏപ്രിൽ 26 വരെ മാത്രമാണ് നിലവിൽ ഈ ഇളവുകൾക്കുള്ള കാലാവധി. ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ നയങ്ങൾ പ്രകാരം ഇളവുകൾ ഇനിയും നീട്ടിക്കിട്ടാനുള്ള സാധ്യത മങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ അംബാസഡർ പദ്ധതിയുടെ തന്ത്രപരമായ പ്രാധാന്യം എടുത്തു പറഞ്ഞത്. ഭൗമശാസ്ത്രപരമായ സ്ഥാനം മാറാൻ പോകുന്നില്ലെന്നും നിലവിലെ സാഹചര്യം മാനേജ് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുമാണ് ഇറാൻ്റെ നിലപാട്. ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ തൻ്റെ വാഗ്ദാനം നിറവേറ്റാനാണ് ശ്രമിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ ഇത്തവണ ചബഹാറിനായി പ്രത്യേക തുക വകയിരുത്തിയിട്ടില്ല എന്നത് ചില സംശയങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇതിനെ ഒരു പിന്മാറ്റമായല്ല, മറിച്ച് തന്ത്രപരമായ ഒരു നീക്കമായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രഖ്യാപിച്ച $120 ദശലക്ഷം ഇതിനകം തന്നെ കൈമാറിക്കഴിഞ്ഞെന്നും അതിനാൽ പുതിയ വകയിരുത്തൽ ആവശ്യമില്ലെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കൂടാതെ 2024 ഒപ്പിട്ട 10 വർഷത്തെ കരാർ പ്രകാരം $250 ദശലക്ഷം ലൈൻ ഓഫ് ക്രെഡിറ്റ് ഇന്ത്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇത് സമയബന്ധിതമല്ലെങ്കിലും പദ്ധതിയിലുള്ള ഇന്ത്യയുടെ ദീർഘകാല താൽപ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള നയതന്ത്ര ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇന്ത്യയുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന സങ്കീർണമായ ദൗത്യമാണ് ന്യൂഡൽഹിക്ക് മുന്നിലുള്ളത്. ചബഹാറിൻ്റെ വിജയം കേവലം ഇന്ത്യക്കും ഇറാനും മാത്രമല്ല ഗുണകരമാകുന്നത്. അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള കരബന്ധിത രാജ്യങ്ങൾക്ക് ലോകവുമായി വ്യാപാരം നടത്താൻ പാകിസ്ഥാനെ ആശ്രയിക്കാതെ തന്നെ ഈ തുറമുഖം വഴിയൊരുക്കുന്നു. ഉസ്ബെക്കിസ്ഥാൻ, കസാഖിസ്ഥാൻ തുടങ്ങിയ മധ്യേഷ്യൻ രാജ്യങ്ങളും ഈ പാതയോട് താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിൻ്റെ പ്രധാന ഭാഗമായ ചബഹാർ വഴി റഷ്യയിലേക്കും യൂറോപ്പിലേക്കും കുറഞ്ഞ ചെലവിൽ ചരക്കെത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് പകരമായി ഒരു സുതാര്യമായ വ്യാപാര ശൃംഖല കെട്ടിപ്പടുക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ചബഹാർ കേന്ദ്രബിന്ദുവാണ്. പലപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചബഹാറിനെ ഗ്വാദറുമായുള്ള ഒരു മത്സരമായാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ അതിനും വലിയ മാനങ്ങളുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടലിൽ നിന്നുള്ള ഒരു രക്ഷാമാർഗമാണ് ഈ പദ്ധതി. തങ്ങളുടെ ഊർജ്ജ സമ്പത്ത് വിറ്റഴിക്കാനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും ചബഹാർ ഇറാനെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉപരോധങ്ങൾക്കിടയിലും ഇന്ത്യയുമായി കൈകോർക്കാൻ ഇറാൻ ഇത്രയധികം താൽപ്പര്യം പ്രകടിപ്പിക്കുന്നത്. ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ആവശ്യമാണ്. സാങ്കേതികമായി ചില വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും തന്ത്രപരമായ ചർച്ചകളിലൂടെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചുരുക്കത്തിൽ ചബഹാർ തുറമുഖം ഏഷ്യയിലെ മാറുന്ന സഖ്യങ്ങളുടെയും നയതന്ത്ര പോരാട്ടങ്ങളുടെയും നേർചിത്രമാണ്. അമേരിക്കയുടെ കർശനമായ ഉപരോധങ്ങളും ആഗോള സാമ്പത്തിക പ്രതിസന്ധികളും ഉയർത്തുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. എന്നിരുന്നാലും ഇന്ത്യയും ഇറാനും ഒരേപോലെ ഈ പദ്ധതിയെ പിന്തുണയ്ക്കുന്നത് വരും വർഷങ്ങളിൽ മേഖലയിലെ വ്യാപാര രീതികളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തും. ഇന്ത്യയുടെ പടിഞ്ഞാറൻ വിദേശ നയത്തിൻ്റെ ശക്തി പരീക്ഷണമാകും ഈ പദ്ധതിയുടെ ഭാവി. പ്രതിസന്ധികളിൽ തളരാതെ നയതന്ത്രപരമായ വിവേകത്തോടെ മുന്നോട്ട് നീങ്ങിയാൽ ചബഹാർ ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് കരുത്തു പകരുന്ന ഒരു വലിയ ചാലക ശക്തിയായി മാറും എന്നതിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.